കൂട്ടത്തിലൊരു ചോദ്യം, ഈ സ്വലാത്തുർ റഗായിബ് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? സ്വലാത്തുർ റഗായിബിനെ കുറിച്ച് നമ്മൾ ഫിഖഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞത് ബിദ്അത്തുൻ മദ്മൂമത്തുൻ, ബിദ്അത്തുൻ കബീഹത്തുൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ബിദ്അത്തുൻ മുങ്കറത്തുൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 വാക്ക് പ്രയോഗിച്ചാലും അത് ഹറാമാണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. ഹറാമിനെ കുറിച്ചും അങ്ങനെ പ്രയോഗിക്കും, കറാഹത്തിനെ കുറിച്ചും പ്രയോഗിക്കും, ഖിലാഫുൽ ഔലിയെ കുറിച്ചും അങ്ങനെ പ്രയോഗിക്കാം. അപ്പോൾ ഈ സ്വലാത്തുർ റഗായിബ് നിസ്കരിക്കുന്നത് ഒരു കൂലി കിട്ടുന്ന കാര്യമാണോ? സ്വലാത്തുർ റഗായിബ് ആ പറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കുന്നത്, അങ്ങനെ ഒരു പ്രത്യേകം സംഭവം ഉണ്ട് എന്ന് കരുതി നിസ്കരിക്കുന്നത്, അത് കറാഹത്താണ് എന്നാ. ഖിലാഫുൽ ഔലി ആണെങ്കിലും അതിന് കൂലില്ല, കറാഹത്തിനും കൂലില്ല, ഹറാമിന് എന്തായാലും കൂലില്ലല്ലോ. അത് കറാഹത്താണ് എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് ഫതാവ അൽ കുബറയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് ഇപ്പോൾ നിസ്കാരം? സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അതിൽ പ്രത്യേകം സൂറത്തുകളൊക്കെ ഓതാൻ പറയുന്നുണ്ട്, പ്രത്യേക ശൈലിയിൽ നിസ്കരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്വലാത്തുർ റഗായിബ് പറഞ്ഞ നിസ്കാരം മുത്തുനബി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഇല്ല എന്നുള്ള വിശ്വാസത്താൽ ഒരാൾ അങ്ങനെ ഒരു 12 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചാൽ ഇപ്പോൾ കുഴപ്പമുണ്ടോ? സ്വലാത്തുർ റഗായിബ് എന്നൊന്നും അതിന് പേര് പറയുന്നില്ല. 12 റക്അത്ത് റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നിസ്കരിച്ചാൽ അതിന് കുഴപ്പമില്ല, അത് മുത്തലഖ സുന്നത്ത് നിസ്കാരമായിട്ട് പരിഗണിക്കപ്പെടും, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനൊരു മസ്അല ഉണ്ട്, വെള്ളിയാഴ്ച രാവിലെ മാത്രം ഒരു നിസ്കാരത്തെ പ്രത്യേകമാക്കൽ കറാഹത്താന്നുണ്ട്, വെള്ളിയാഴ്ച പകലിൽ നോമ്പിനെ പ്രത്യേകമാക്കൽ കറാഹത്താന്നുണ്ട്. ആ ഒരു കറാഹത്ത് ചിലപ്പോൾ വരും. ആ കറാഹത്ത് പറയാൻ കാരണം വെള്ളിയാഴ്ച രാവിലെ അവനെ കുറേ ഉറക്കം വെച്ച് നിന്ന് നിസ്കരിച്ചാൽ പിന്നെ ജുമുഅക്ക് പോയാൽ അത് ക്ഷീണം പറ്റും. ജുമുഅയിൽ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കലൊക്കെ പ്രത്യേക സുന്നത്താണ്. ജുമുഅൻ്റെ പകലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലൊക്കെ പ്രത്യേക സുന്നത്തുണ്ട്, അൽക്കഹഫ് ഓതലൊക്കെ സുന്നത്തുണ്ട്. ആ സുന്നത്തിലൊക്കെ കുറവ് വരും, അതൊക്കെ ക്ഷീണം വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നും അതിന് ഇമാമികൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും വെള്ളിയാഴ്ചയുടെ തലേ ദിവസം വ്യാഴാഴ്ച രാത്രിയും അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രിയോ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഈ കറാഹത്തും വരില്ല. അത് ക്ഷീണമുള്ള രൂപത്തിൽ നിസ്കരിച്ചാൽ ഞാൻ മതി. ഒരു 12 റക്അത്ത് നിസ്കരിച്ചതുകൊണ്ട് കറാഹത്തൊന്നും വരില്ല. സ്വലാത്തുർ റഗായിബിനെ പറ്റി മജ്മുഉൽ പറഞ്ഞത് വഹിയ സിൻതൈ അശറ റക്അത്ത് സ്വല്ലാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വലി ജുമുഅത്തിൻ ഫി റജബിൻ വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാന 100 റക്അ. അതുപോലെ റമദാനിൻ്റെ പൗതിയിൽ ഒരു 100 റക്അത്തും ഉണ്ട്. വഹാത്താനി സ്വലാത്താനി ബിദ്അത്താനി വ മുങ്കറാനി കബീഹത്താനി, ഇത് കബീഹായ ബിദ്അത്താണ്, മുങ്കറാണ്. വലാ യൂത്തറു ബിദിക്രിഹിമ. കണ്ടോ, മജ്മുഉൽ പറഞ്ഞത് നമുക്ക് അവിടെ അടിവരടണം. ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. ഫി കിതാബി ഖൂത്തുൽ ഖുലൂബി, ഖൂത്തുൽ ഖുലൂബിൽ ഇങ്ങനെ ഒരു നിസ്കാരം പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ, ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനും ഇത് പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുർ റഗായിബിൻ്റെ ഹദീസും പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുർ റഗായിബിൻ്റെ നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഈ വിശദമായിട്ടുള്ള ഉദ്ധരിച്ചിട്ടില്ല, പക്ഷേ ഷറഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വലാബിൽ ഹദീസുൽ മദ്കൂരി ഫീഹിമ, ഇതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസ് കൊണ്ടും തെറ്റിദ്ധരിച്ച് പോവരുത്. ഫൈന കുല്ല ദാലിക ബാത്തുലുൻ, അതെല്ലാം ബാത്തുലാണ് എന്ന് ഇമാം നബവി മജ്മുഉൽ പറയുന്നു 456 പേജിൽ. ഫതാവൻ നബവി, നബവി ഇമാമിൻ്റെ ഫതാവിയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തുൻ ഖബീഹത്തുൻ മുങ്കറത്തുൻ അഷദ്ദ ഇൻകാരിൻ മുഷ്തമിലത്തുൻ അലാ മുങ്കറാത്തിൻ ഫതഅയ്യനു തർക്കുവ, അത് ഉപേക്ഷിക്കൽ അനിവാര്യമാണ്. വലിയ ഇറാദു അന്ന, അത് പിന്തിരിയണം. വൈങ്കാറുഹ അല ഫായിലിഹ, ചെയ്യുന്ന ആളെ അത് നിരോധിക്കണം. വല വലിയിൽ അംരി മൻ ഉന്നാസി മിൻ ഫിലിയ, ഭരണാധികാരികൾക്ക് നിർബന്ധമാണ് അത് ചെയ്യുന്ന ആളുകളുടെ വിലക്കൽ. വഖദ് സ്വന്നഫൽ ഉലമാഉ കുതുബും ഫി ഇൻകാരിഹ വ ദമ്മിഹ വ തസ്ഫീ ഫായിലിഹ, ഇതിനെ നിഷേധിച്ചുകൊണ്ട് പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ചെയ്യുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. വലാ യുഖ്തറു ബി കസറത്തിൽ ഫായിലീന ലഹാ ഫി കസീരി മിനൽ ബുൽദാൻ, പല നാടുകളിലും അത് ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീ തെറ്റിദ്ധരിക്കരുത്, വഞ്ചിതരാകരുത്. വലാബി കൗനിയ മദ്കൂറത്തൻ ഫി ഖൂത്തുൽ ഖുലൂബി വ ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇഹ്യാ ഉലൂമുദ്ദീനിലോ ഖൂത്തുൽ ഖുലൂബിലോ വ നഹവിഹിമ, അതുപോലത്തെ കിതാബിലോ. ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ശേഷമാണ് കുഞ്ഞത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഖൂത്തുൽ ഖുലൂബിൻ്റെ ശേഷമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ടാക്കിയത്. ഖൂത്തുൽ ഖുലൂബ് ഇഹിയും കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ കുഞ്ഞത്ത് അടക്കമുള്ള കിതാബിലൊക്കെ ഇത് ഉണ്ടെങ്കിലും അതുകൊണ്ട് നീ വഞ്ചിതനായി പോകരുത്. ഫഇന്നഹ ബിദ്അത്തുൻ ബാത്തിലത്തുൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫയിലുമുണ്ട്, നിഹായിലുണ്ട്, മുഗ്നിയിലുണ്ട്, ഫതുഹുൽ മുഈനിലുണ്ട്, വഹാദിസു ആ മൗദൂഅ ഫതുഹുൽ മുഈനിൽ പറഞ്ഞു.
ഫതാവുൽ കുബ്രിയിൽ പറഞ്ഞു, അമ്മാ സ്വലാത്തുർ റഗായിബി ഫഇന്നഹാ കസ്സലാത്തുൽ മഅറൂഫത്തി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ബിദ്അത്താനി കബീഹത്താനി വഹദീസുഹുമാ മൗളൂൻ, ഹദീസ് മൗളൂആണ്. ഫയുക്റഹു ഫിഅലുഹുമാ ഫുറാദാ വജമാഅ, ഒറ്റക്ക് നിസ്കരിക്കലും കറാത്താണ്, ജമാഅത്ത് നിസ്കരിക്കലും കറാത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലി ഇമാം ഈ നിസ്കാരത്തെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഗസാലി ഇമാം തന്നെ പറയുന്നുണ്ട്, ഈ നിസ്കാരം ഞാൻ പറഞ്ഞത് ഇത് സുന്നത്ത് സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് കൊണ്ടല്ല ഞാൻ പറയുന്നത് എന്ന് ഗസാലി ഇമാം പറയുന്നുണ്ട് അവസാനം. അപ്പം ഹദീസ് മൗളൂആണെന്ന്, ഹദീസ് സ്വഹീഹാണെന്ന് ഗസാലി ഇമാമും അംഗീകരിക്കണില്ല. പിന്നെ ഞാനിത് പറയാൻ കാരണം, ബൈത്തുൽ മുഖദ്ദസിലുള്ള ആളുകളൊക്കെ ഇത് ഒരിക്കലും വിട്ടുപോവാതെ വലിയ ജമാഅത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിസ്കരിക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയാൻ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനത് പറഞ്ഞത് എന്ന് ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുന്നത് ഹിജ്റ 448 ഇബ്നുൽ ഹയ്യ് എന്ന് പറഞ്ഞൊരു പണ്ഡിതന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരികയും അദ്ദേഹം നല്ല ഭംഗിയായി ഖുർആൻ ഓതുന്ന ആളായിരുന്നു. അദ്ദേഹം അങ്ങനെ നിസ്കാരം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് നല്ല നിസ്കാരം കണ്ടപ്പോൾ ബേക്കിൽ ഒരാൾ കൂടി, പിന്നെ പിറ്റേ ദിവസം 2 ആൾ, പിന്നെ 3 ആൾ, ഇങ്ങനെ അടുത്ത കൊല്ലം വന്നപ്പോൾ കുറേ ആളുകൾ വന്നു. പിന്നെ അതങ്ങ് പതിവായി, അവിടെ നിസ്കാരം അങ്ങനെ പതിവായി വന്നതാണ് എന്ന് പിന്നെ ഇത്തിഹാഫിൽ വിശദീകരിച്ചതായി കാണാം. ഇത്തിഹാഫിലുണ്ട്, ഇറാഖി പറഞ്ഞു, ഖാലിൽ ഇറാഖി ഔറദഹു റസീലുൻ ഫി കിതാബി വഹു ഹദീസുൻ മൗളൂഉൻ. ഇബ്നുൽ ജൗസി പറഞ്ഞു മൗളൂഉൻ അലാ റസൂലില്ലാ വഖദ് ഇത്തഹമൂ ബിഹി ഇബ്നു ജഹ്ലം വനസബൂഹു ഇലൽ കദിബി. ഇബ്നു ജഹ്ലം, അലി ഇബ്നു ജഹ്ലം എന്ന് പറയുന്ന ആളാണ് ഈ ഹദീസ് ഈ സ്വലാത്തുർ റഗായിബ് പറയുന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ ഒക്കെ എല്ലാ സനദിലും അലി ഇബ്നു ജഹ്ൽ ഉണ്ട്. അലി ഇബ്നു ജഹ്ൽ ഇല്ലാത്തൊരു സനദില്ല എന്നാണ് പറയുന്നത്. അലി ഇബ്നു ജഹ്ൽ എന്ന് പറഞ്ഞ ആൾ ആരാ? വനസബൂഹു ഇലൽ കദിബി. അദ്ദേഹം കളവ് പറയുന്ന ആളാണ്, റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. സമീഅത്തു ഷൈഖന അബ്ദുൽ വഹാബ്. ഇബ്നുൽ ജൗസി പറയാണ്, നമ്മുടെ ഉസ്താദ് അബ്ദുൽ വഹാബുൽ ഹാഫിൽ യഖൂൽ റിജാലുഹു മജ്ഹൂലൂൻ. ഈ സ്വലാത്തുർ റഗായിബ് പറയുന്ന ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. മജ്ഹൂലായ പിന്നെ അവർ കളവ് പറയുന്ന ആളാണോ, കളവ് പറയാത്ത വിശ്വസ്തരാണോ എന്ന് പറയാൻ പറ്റൂല. വഖദ് ഫത്തഷ്തു അലൈഹിം ജമീഅ അൽ കുതുബി. ഈ പേര് പറയപ്പെടുന്ന ആളുകളെ എവിടെയെങ്കിലും ആരെങ്കിലും അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലാ കിതാബും ഞാൻ പരതി. ഫമാ വജത്തുഹും. ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് ഇതിപ്പോൾ ഇബ്നുൽ ജൗസി മൗളൂഅ എന്ന് പറഞ്ഞതല്ലേ. ഇബ്നുൽ ജൗസി മൗളൂഅ എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് പിന്നെ എടുക്കാൻ പറ്റൂല, അതൊരു വസ്തുത തന്നെയാണ്. ഇബ്നുൽ ജൗസി മൗളൂഅ അല്ലാത്ത ഹദീസുകളെ കുറിച്ചും മൗളൂഅ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇബ്നുൽ ജൗസി മൗളൂഅ എന്ന് പറഞ്ഞതും ഉദ്ധരിച്ചിട്ട് ഹാഫിദുസ് സുയൂത്തി റഹിമഹുല്ലാ അല്ല ആലിൽ മസ്നൂഅ ഫിൽ ഹദീസുൽ മൗളൂഅ എന്ന ഗ്രന്ഥത്തിൽ സുയൂത്തി ഇമാം അത് അംഗീകരിക്കുക ചെയ്തത്, മൗളൂഅ എന്ന് തന്നെ അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം ഇബ്നു ജഹ്ലിനെ കുറിച്ച് പിന്നെ ഇബ്നുൽ ജൗസിയുടെ മകളുടെ മകനായ സിബ്ത് ഇബ്നുൽ ജൗസി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫ് ഇബ്നുൽ ജൗസി, യൂസുഫ് ഇബ്നു ഖുസൈൽ ഇബ്നു അബ്ദുള്ള, അദ്ദേഹം ഇബ്നുൽ ജൗസിയുടെ മകളെ മകനാണ്. ഹിജ്റ 581 ജനിച്ച് 654 സിബ്ത് ഇബ്നുൽ ജൗസി വഫാത്താണത്. സിബ്ത് ഇബ്നുൽ ജൗസിയുടെ മിർആത്തുസ്സമാൻ ഫി തവാരീഖിൽ അയാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസിക്ക് കുറേ പാളിച്ചൊക്കെ പറ്റിയ ആളാണ് കേട്ടോ. ഇബ്നുൽ ജൗസി നമ്മൾ ഒറ്റയടിക്ക് അംഗീകരിക്കുന്ന ആളല്ല. ഇബ്നുൽ ജൗസി ഇമാം ഗസാലി അതുപോലെ ഗൗസുൽ ആലം അടക്കമുള്ള സൂഫിയത്തിനൊക്കെ എതിർത്ത ആളാണ്. അദ്ദേഹം പിന്നീട് തൗബീദ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെയൊക്കെ കുറേ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഹദീസ് പരമായി അദ്ദേഹം ഇങ്ങനെയാണ് ഇതിനെ വിലയിരുത്തിയത്. അതിനെ ഇബ്നുൽ ജൗസി മാത്രമല്ല, പിൻകാലത്ത് വന്ന പണ്ഡിതന്മാർ അത് മൗദൂഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ജൗസിയുടെ പേരക്കുട്ടിയായ സിബ്ത് ഇബ്നുൽ ജൗസി മിർആത്തുസ്സമാൻ ഫി തവാരീഖിൽ അയാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മശായിഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വിഷയമുണ്ട്. അദ്ദേഹം പറയാണ്, ഹക്കാലി ജമാഅത്തുൻ മിൻ മശായിഖിന. ഇത് ഇബ്നുൽ ജൗസി അല്ല പറയുന്നത്, ഇബ്നുൽ ജൗസിൻ്റെ സിബ്താ പറയുന്നത്. എന്നോട് നമ്മുടെ മശായിഖിൽപ്പെട്ട ഉസ്താദുമാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അൻ ശുയൂഖീം, അവർ പറയുന്നത് അവരുടെ ഉസ്താദുമാരിൽ നിന്ന്. ഖാലു ലമ്മ ഹത്തുലിറ ഇബ്നു ജഹ്ലം, അലി ഇബ്നു ജഹ്ലം എന്ന് പറയുന്ന അദ്ദേഹം ഒരു സൂഫിയതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ ജമഅ ശുയൂഖ ബി മക്ക, അദ്ദേഹം മക്കയിൽ വന്ന് താമസിച്ച ആളായിരുന്നു.
മക്കയിലുള്ള മഷായിഖിനൊക്കെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഖസത്തു ബിരിവായത്തി ഹാദൽ ഹദീസ്, സ്വലാത്തുർ റഗായിബിൻ്റെ ഹദീസ് ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അത് ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയത് കൊണ്ട് എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഇഷ്ഗാലൻ നാസി ഫി യൗമിൽ ഖമീസ് ബിസ്സൗം. ആ ഹദീസിൽ പിന്നെ വെള്ളിയാഴ്ചയുടെ റജബിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പ് പിടിക്കണം എന്ന് പറയുന്നുണ്ട്, പിന്നെ രാത്രി നിന്ന് നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യാഴാഴ്ച ജനങ്ങളെ നോമ്പ് കൊണ്ട് ജോലിയാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ലൈലത്തുൽ ജുമുഅ ബിസ്സലാ, വെള്ളിയാഴ്ച രാവിൻ്റെ അന്ന് നിസ്കാരം കൊണ്ടും ഞാൻ ജോലിയാക്കണമെന്ന് കരുതിയതാണ്. ലി കഫിഹിം അമ്മ യർത്തക്കിബൂനഹു മിനൽ കബായിരി, നല്ല മാസമല്ലേ റജബ് മാസം, അതിൻ്റെ വെള്ളിയാഴ്ച അവർ വന്തോഷങ്ങൾ ചെയ്യുന്ന ആ പ്രവണതയിൽ നിന്ന് അവരെ നിരോധിക്കാൻ വേണ്ടി, ഇത് ജോലിയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ മൗദുവായി ഒരു ഹദീസ് ഉണ്ടാക്കി പറഞ്ഞതാണ്. ഫഇന്നഹു ഫസദ സമാൻ, കാലം വല്ല ഫസാദായി പോയില്ലേ. വ കസുറൽ ഫിസ്കു, ഫിസ്കൊക്കെ അധികരിച്ചില്ലേ. വ തഅത്തലത്തുൽ ഹുദൂദു, നിയമങ്ങളൊക്കെ മുടങ്ങിയില്ലേ, നിയമങ്ങളൊന്നും പാലിക്കുന്നവരില്ലല്ലോ. വഷ്തഗലൂബിൽ മഅസി വ അഹ്മലുൽ ഇബാദാത്ത്, തെറ്റുകളൊക്കെ ജനങ്ങൾ തെറ്റുകളിൽ ജോലിയായി ഇബാദത്തുകളൊക്കെ ഒഴിവാക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഫാറത്തോൻ അഷ്ഗലഹും അൻ ഖബീഹിമാ യർത്തകിബൂനഹു, അവർ ചെയ്യുന്ന മോശത്തരങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ഹദീസ് തന്നെയാണ് ഹദീസ് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് സിബത്ത് ഇബ്നുൽ ജൗസി. ഇനി ഇത്തിഹാഫിൽ, അതായത് മുർത്തള സബീരി അൽ ഹുസൈനി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീൻ വ്യാഖ്യാനം എഴുതിയെടുത്ത് വസാലിമാമു സ്വലാത്തുർ റഗായിബ് വിശദീകരിച്ചെടുത്ത് അവർ പറഞ്ഞു, ഇന്ന സ്വഹാബത്ത് വ താബിഈന വമൻ ബഅദഹും ലം യുങ്കൽ അൻഹും അന്നഹും സല്ലൗഹ, സ്വലാത്തുർ റഗായിബ് സ്വഹാബത്തോ താബിഈങ്ങളോ അവരെ ശേഷമുള്ളവരോ നിസ്കരിച്ചതായി വന്നിട്ടില്ല, അതുകൊണ്ട് അത് ശരിയല്ല എന്ന് ചിലർ പറഞ്ഞിട്ട് സ്വലാത്തുർ റഗായിബിനെ ഗണ്ണിച്ചപ്പോൾ അതിനെ ഇത്ഹാഫ് ഗണ്ണിച്ചു. ഫഅലം ലാ യൽസമു മിൻ അദമി ഫഅലിഹിം ലഹ അല ത്വരീഖത്തുൽ മഅഹൂദ, സ്വഹാബത്തോ താബിഈങ്ങളോ അങ്ങനെ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനാൽ നിർബന്ധമില്ല കറാത്തുഹ ഔ അദമി വുറൂദിഹ, അവർ നിസ്കരിക്കാത്തതുകൊണ്ട് ആ ഒരു നിസ്കാരം കറാഹത്താണെന്ന് വരൂല, അത് തീരെ വന്നിട്ടില്ല എന്നും വരൂല. സുമ്മഹിയ മിന തതവ്വുആത്തി മൻ ഷാഅ സ്വല്ലാഹ വമൻ ഷാഅ തറക, ഇത് പ്രത്യേക സുന്നത്താണ് എന്നല്ല പറയുന്നത്, ഇത് തതവ്വുആണ്. തതവ്വു ആകുമ്പോൾ വേണ്ടവർക്ക് ചെയ്യാം, നഫ്ല് മുത്ലഖാണ്, വേണ്ടവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, അതിൽ പെട്ടതാണല്ലോ എന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇത്ഹാഫിൽ സ്വലാത്തുർ റഗായിബിനെ ന്യായീകരിച്ച് ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പരിശോധിക്കാം നമുക്ക്. ഇന്നമാ ഹദസ ബഅദൽ 400, ഹിജ്റ 400 ശേഷമാണ് ഈ സ്വലാത്തുർ റഗായിബ് വരുന്നത് എന്ന് പറഞ്ഞതിന് അവർ പറയുന്നു, കഅന്നഹു യുരീദു ശുഹ്റത അംരിഹ അമലൻ, അത് പ്രസിദ്ധമായത് 400 ശേഷം എന്നായിരിക്കും. വഇല്ലാ ഫഅബൂ ത്വാലിബുൽ മക്കി ഖദ് നവ്വഹ ബിശൈനിഹ ഫീ ഖൂത്തുൽ ഖുലൂബ്, അബൂ ത്വാലിബുൽ മക്കി ഖൂത്തുൽ ഖുലൂബിൽ സ്വലാത്തുർ റഗായിബ് അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. വഫാത്തുഹു സനത്ത, അദ്ദേഹം വഫാത്തായത് സനത്ത 380 അദ്ദേഹം 383 വഫാത്തായ ആളാണല്ലോ, 400 മുമ്പ് വഫാത്തായ ആളല്ലേ. അവിടെ ഒന്ന് പറയാനുണ്ട്, ഖൂത്തുൽ ഖുലൂബിൽ സ്വലാത്തുർ റഗായിബിനെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് ഒന്നിലധികം കിതാബുകളിൽ അതുണ്ട്. നമ്മളിപ്പോൾ ഈ വായിച്ച പല കിതാബിലും അതുണ്ട്. അത് ആ പറയുന്നത് തന്നെ മുഷ്കിലാണ്. കാരണം ഖൂത്തുൽ ഖുലൂബിൽ സ്വലാത്തുർ റഗായിബ് എന്ന പരാമർശം തന്നെ അല്ല ഒന്നത്. രണ്ടാമത്തെ കാര്യം, സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത് റജബ് മാസമായിരിക്കണം. 2 റജബ് മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവായിരിക്കണം. സ്വലാത്തുർ റഗായിബ് എന്ന പേര് തന്നെ ഖൂത്തുൽ ഖുലൂബിൽ ഇല്ല, അതിൻ്റെ ഹദീസും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ 12 റക്അത്ത് എന്ന് പറയുന്ന റക്അത്ത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നിർവഹിക്കേണ്ടത് എന്നും അതിലില്ല. പിന്നെ എന്താണ് ഖൂത്തുൽ ഖുലൂബിലുള്ളത്? ഖൂത്തുൽ ഖുലൂബിലുള്ളത് എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ 12 റക്അത്ത് നിസ്കരിക്കണം എന്നായിരുന്നുള്ളത്. ഇതിനെക്കുറിച്ച് ആരും സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ടുമില്ല. ഖൂത്തുൽ ഖുലൂബിൽ പറയാത്തതുപോലെ ആരും പറഞ്ഞിട്ടില്ല സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കുന്ന 12 റക്അത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഖൂത്തുൽ ഖുലൂബിൽ സ്വലാത്തുർ റഗായിബ് ഉണ്ട്, അതിൻ്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ ചില കിതാബിൽ നമ്മളിപ്പോൾ വായിച്ച ചില കിതാബുകളിൽ തന്നെ ഉണ്ട്. മജ്മുഇൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു വഹുമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ട് തന്നെ റജബിലെ
ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിർവഹിക്കണം എന്നൊക്കെ ഇഹിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇഹിയയിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം എടുത്തിട്ടുള്ളത് കൂത്തുൽ ഖുലൂബ് എന്നാണ് എന്നുള്ളൊരു ധാരണയിൽ. പിന്നെ കൂത്തുൽ ഖുലൂബിലാണെങ്കിൽ 12 റക്അത്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അത് സാധാരണ ഫുഖാഹ് പറയാത്തൊരു നിസ്കാരമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വഹ്മ് വന്നതായിരിക്കാനാണ് സാധ്യത. കൂത്തുൽ ഖുലൂബ് നമ്മൾ അരിച്ചു പൊറുക്കിയാലും ഇങ്ങനെ സ്വലാത്തുർ റഗായിബിനെ പറ്റി എവിടെയും പരാമർശമില്ല, അതിൻ്റെ ഹദീസിനെ പറ്റിയും പരാമർശമില്ല. റജബിൽ മാത്രം നിർവഹിക്കേണ്ടത് എന്നുള്ള വിഷയം അതിൽ പറഞ്ഞിട്ടില്ല. ആകെ അതിൽ പറഞ്ഞത് എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ 12 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. അപ്പോൾ പിന്നെ നമ്മളെ മുർത്തദ സബീദി തങ്ങൾ ആ പറയുന്ന വിഷയം അസ്ഥാനത്താണ്, അത് അസംബന്ധമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ പറയുന്നത് വയുൻദറു ഇലാ ഖൗലി ഇബ്നുൽ ജൗസി. ഇബ്നുൽ ജൗസി പറഞ്ഞത് ഇത്തിഹാഫിൽ പറയാം. ഇബ്നുൽ ജൗസി പറഞ്ഞത് ഒന്ന് പരിശോധിക്കണം. ഇന്നാ നത്തഹിമു ബി വലിയ അലി ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ലം. അലി ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ലം അത് സ്വന്തം വ്യാജമായി പറഞ്ഞുണ്ടാക്കിയതാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു എന്ന് ഇബ്നുൽ ജൗസി പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, അതിനെക്കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട്. അവർ പറയാം ഇത്തിഹാഫിൽ മുർത്തദ സബീദി പറയാം. എന്തുകൊണ്ട് മുർത്തദ സബീദി പറയാണ് ലൈസ ഹുവ ഫീ സനദി അബീ ത്വാലിബിനിൽ മക്കി. അബീ ത്വാലിബിനിൽ മക്കിൻ്റെ സനദിൽ ഇവരില്ല, അലി ഇബ്നു അബ്ദുല്ലാഹ് ജഹ്ലം ഇല്ല. ബൽ ഹുവ ഈ അലി ഇബ്നു ജഹ്ലം ഇല്ലം യകുൻ മുതാഖിറൻ അന്നു ഫി സമനി, അദ്ദേഹം അബൂ ത്വാലിബുൽ മക്കിയെ തൊട്ട് മുതാഖിർ അല്ലെങ്കിൽ ഫഹുവ മുആസിറുൻ ലഹു, അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ച ആളാണ്. വഹുവ മഅ ദാലിക ലൈസ മിനൽ വല്ലാഈൻ. അലി ഇബ്നു ജഹ്ലം എന്ന് പറയുന്ന ആൾ വല്ലായിൽപ്പെട്ട ആളല്ല. ആ പറഞ്ഞ രണ്ട് വിഷയവും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റിയതല്ല. ഒന്ന് ഇത്തിഹാഫിൽ പറഞ്ഞത് അബൂ ത്വാലിബിനുൽ മക്കിയുടെ സനദിൽ അലി ഇബ്നു ജഹ്ലം ഇല്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ഇല്ല എന്ന് പറയാം? നമ്മൾ പറഞ്ഞല്ലോ കൂത്തുൽ ഖുലൂബിൽ അബൂ ത്വാലിബുൽ മക്കി ഇങ്ങനെ സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ നിസ്കാരം അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ 12 റക്അത്ത് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പുണ്യം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ നിസ്കാരം അങ്ങനെ നിസ്കരിക്കൽ സുന്നത്താന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റവാക്കിൽ പറഞ്ഞു പോയിക്കുകയാണ്. പക്ഷെ അതിലൊരിക്കലും സനദില്ല. ഖാല അബൂ ജാഫർ മുഹമ്മദ് ബിൻ അലി, അങ്ങനെയാണ് പിന്നെ അബൂ ത്വാലിബുൽ മക്കി കൂത്തുൽ ഖുലൂബിൽ പറഞ്ഞിട്ടുള്ളത്. അബൂ ജാഫർ മുഹമ്മദ് ബിൻ അലി അൻ ജാബിരിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബൂ ജാഫർ എന്ന് പറയുന്ന ആൾ ആരാണ്? അബൂ ജാഫർ എന്ന് പറഞ്ഞ ആൾ പിന്നെ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയ. അവർ പല സ്ഥലങ്ങളിലും അങ്ങനെ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കാറുണ്ട്. ആ സനദിൽ അവരുടെ ശേഷം പിൻകാലത്ത് വന്ന ആളാണ്, എത്രയോ പിൻകാലത്ത് വന്ന ആളാണ് അലി ഇബ്നു ജഹ്ലം. അപ്പോൾ അലി ഇബ്നു ജഹ്ലം അതിൽ ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയും? ആ സനദ് ഉദ്ധരിച്ചിട്ടേ ഇല്ല. ഖാല അബൂ ജാഫർ എന്ന് പറഞ്ഞിട്ട് അതീ പറയുന്നത്. അപ്പോൾ അബൂ ജാഫറിൻ്റെ ശേഷം വന്ന ആളുകൾ ചിലപ്പോൾ അലി ഇബ്നു ജഹ്ലമിലൂടെ പറഞ്ഞതാണെങ്കിലും അലി ഇബ്നു ജഹ്ലം അങ്ങനെ ഒരു സനദ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവരൊരു കാലക്കാരാണ് എന്നാണ് അപ്പോൾ പറഞ്ഞത്. ഒരു കാലക്കാരാകുമ്പോൾ കാലക്കാരിൽ നിന്ന് തന്നെയല്ലേ ഹദീസ് ഉദ്ധരിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും കൂത്തുൽ ഖുലൂബിൻ്റെ മുസന്നിഫായ അബൂ ത്വാലിബുൽ മക്കിയുടെ സനദിൽ ഈ അലി ഇബ്നു ജഹ്ലം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം കൂത്തുൽ ഖുലൂബിൻ്റെ മുസന്നിഫ് അതിൻ്റെ സനദ് വിശദമായി പറഞ്ഞിട്ടില്ല. അബൂ ജാഫർ എന്ന് പറഞ്ഞിട്ട് കാല അബൂ ജാഫർ എന്ന് പറഞ്ഞ് മുഹമ്മദുൽ ബാഖിറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. കൂത്തുൽ ഖുലൂബ് ഇങ്ങനെയുള്ളത് അവ്വലു ലൈലത്തിൻ മിൻ ഷഹരി റജബിൻ വലൈലത്തു നിസ്ഫി മിൻഹു വലൈലത്തു സബഇൻ വൈശ്രീന. ഈ രാത്രികളൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഇഹ്യാ ചെയ്യേണ്ട രാത്രികളാണ്. 15 രാത്രി ഇഹ്യാ ചെയ്യേണ്ട രാത്രിയാണെന്ന് കൂത്തുൽ ഖുലൂബിൽ പറയുന്നുണ്ട്. അതിൽ എൻ്റെ കൂട്ടത്തിൽ എണ്ണീയിട്ടുണ്ട് റജബ് എന്നുള്ള 1-ാമത്തെ രാവ്, അതിൻ്റെ ലൈലത്തു നിസ്ഫ്, പിന്നെ ലൈലത്തു സബീഉ വൈശ്രീന. അവിടെ പിന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് മൻ സ്വല്ല ലൈലത്തുൽ ജുമുഅത്തി ബൈനൽ മഗ്രിബി വൽ ഇശായി 12 റക്അത്തൻ യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി മറ വഖുൽ ഹുവല്ലാഹു അഹദ് 10 മറ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ റജബ് മാസത്തിൻ്റെ 1-ാമത്തെ വെള്ളിയാഴ്ച എന്നില്ല, അത് ശ്രദ്ധേയാണ്. കൂത്തുൽ ഖുലൂബ് തന്നെ റജബ് മാസത്തിൻ്റെ 1-ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് സ്വലാത്തുർ റഗായിബിനെ പറ്റി വിശദീകരിക്കുന്നവരൊക്കെ പറഞ്ഞത് റജബ് മാസത്തിൻ്റെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
കൂത്തുൽ കുലൂബിലുള്ളത് വെള്ളിയാഴ്ച രാവിലെ നിസ്കരിച്ചാൽ, അത് റജബാണെങ്കിലും മുഹറമാണെങ്കിലും സഫറാണെങ്കിലും എല്ലാ മാസവും വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് കൂത്തുൽ കുലൂബിൽ പറഞ്ഞത്. അതിനെ പറ്റിയല്ലല്ലോ സ്വലാത്തുർ റഗായിബ് എന്ന ഹദീസിലുള്ളത്. അപ്പോൾ പിന്നെ കൂത്തുൽ കുലൂബിൽ സ്വലാത്തുർ റഗായിബ് പറഞ്ഞു എന്ന് പറയുന്നതിന് അർത്ഥമല്ല. അഥവാ അങ്ങനെ സൂറത്തുൽ കുലൂബിൽ സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അതിൽ സനദ് പറഞ്ഞിട്ടുമില്ല. അബൂ ജാഫർ മുഹമ്മദ് ബിൻ അലി അൻ ജാബിറിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കൂത്തുൽ കുലൂബിൽ പറഞ്ഞതും മറ്റുള്ള കിതാബിൽ പറഞ്ഞതും രണ്ടാണ്. ഇനി അബ്ദുൽ ഹയ്യുൽ ലഖ്നവി അബുൽ ഹസനാത്ത് 1304 വഫാത്തായ അബുൽ ഹസനാത്ത് അൽ ആസാറുൽ മർഫൂഅ ഫിൽ അഖ്ബാറുൽ മൗദൂഅ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഇബാറത്തും കൂടെ അതിൽ ചില ഫായിദകളുണ്ട്. ആ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കുക. ഈ ഹദീസിനെ പറ്റി അവർ പറഞ്ഞത്, സ്വലാത്തുർ റഗായിബിൻ്റെ ഹദീസിനെ പറ്റി പറഞ്ഞത് ഹദീസുൻ മൗദൂഉൻ ബിത്തിഫാഖിൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങൾ ഇത്തിഫാഖുണ്ട് ഹദീസ് മൗദൂഅ് ആണ്. വറുവാത്തി സനദിൽ മദ്കൂർ ഫിൽ ഗുന്യത്തി വഗൈരിഹ, ഗുന്യത്താണെങ്കിലും അല്ലാത്ത കിതാബാണെങ്കിലും എല്ലാ കിതാബിലും പറഞ്ഞിട്ടുള്ളത് കുല്ലും സിവാ ഹുമൈദിൻ വ അനസിൻ മിമ്മല്ലാ യുഹ്തജബി. ഹുമൈദിന് തൊവീൽ അനസ് റളിയല്ലാഹു അൻഹു അല്ലാത്ത റാബിയാളൊന്നും എടുക്കാൻ പറ്റിയവരല്ല. ബൽ കസീറും മുന്നു മജ്ഹൂലൂൻ, അവരിൽ നിന്ന് അധിക ആളുകളും മജ്ഹൂലിങ്ങളാണ്, അവരെ പറ്റി നീതിമാനാണോ അല്ലാന്ന് തന്നെ അറിയില്ല. ബഅ്ളുഹും കദ്ദാബൂൻ, ചിലർ കള്ളന്മാരാണ് തീരുമാനം എടുത്തവരുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൗദൂഅ് ആണ്. പിന്നെ പറഞ്ഞു, അതിൻ്റെ പ്രധാന ഭാഗം ഞാൻ വായിക്കണത്, വഖാല ദഹബിയു ഫി മീസാനിൽ ഇഅ്തിദാൽ. ഇത് അബ്ദുല്ലാഹി ലഖ്നവി ആസാറുൽ മർഫൂഇൽ പറയാണ്. ഇമാം ദഹബി മീസാനുൽ ഇഅ്തിദാൽ പറഞ്ഞു, അലി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ജഹ്ലം സാഹിദ് അബുൽ ഹസൻ ഷൈഖു സൂഫിയ ബിഹറമി മക്ക വ മുസന്നിഫു കിതാബി ബഹജത്തുൽ അസ്റാർ. ബഹജത്തുൽ അസ്റാർ എന്ന് പറഞ്ഞ കിതാബിൻ്റെ രചയിതാവും മക്കയിൽ വന്ന് താമസിക്കുന്നവരുമായ സൂഫിയാക്കളെ നേതാവായ ഷെയ്ഖായ അബുൽ ഹസൻ അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ലം എന്ന് പറഞ്ഞ ആൾ മുത്തഹമും ബി വദ്ഇൽ ഹദീസി, അദ്ദേഹം ഹദീസ് കളവ് പറയുന്ന ആളാണെന്ന് തെറ്റിദ്ധാരണ ഉള്ള ആളാണ്, തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്. വക്കീല ഇന്നഹു യക്രിബു, അദ്ദേഹം അല്ലാതെയും കളവ് പറയുന്ന ആളാന്ന് അഭിപ്രായമുണ്ട്. വഖാല ഗൈറുഹു ഇത്തഹമൂഹു ബി വദ്ഇ സ്വലാത്തുർ റഗായിബി, സ്വലാത്തുർ റഗായിബ് അദ്ദേഹം ഉണ്ടാക്കിയതാന്ന് പറയുന്നുണ്ട്. തൂഫിയ സനത്ത 414, 414 അദ്ദേഹം വഫാത്തായത്. ഇത് ദഹബി മീസാനുൽ ഇഅ്തിദാലിൽ പറഞ്ഞ ഒരു ഇബാറത്താണ്. ദഹബി തന്നെ താരീഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ലഖദ് അത, ഈ അലി ഇബ്നു ജഹ്ലം എന്ന് പറഞ്ഞ ആൾ കൊണ്ടുവന്നിട്ടുണ്ട് ബി മസായിബ, കുറേ പ്രശ്നങ്ങൾ, മുസീബത്ത്, ഫിത്തനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫി കിതാബി ബഹജത്തുൽ അസ്റാർ, ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ യഷ്ഹദുൽ ഖൽബു ബി ബുത്ലാനിഹ, ഖൽബ് സാക്ഷിയാണ്, അദ്ദേഹം ബഹജത്തുൽ അസ്റാറിൽ പറഞ്ഞതൊക്കെ ബാത്തിലാണ്, ഇല്ലാത്ത സംഗതിയാണ്. ഫാതാ ബി അജായിബ വ ഖിസസിൻ ലാ യശുക്കു മൻ ലഹു അദ്നാ മുമാറസ ബി ബുത്ലാനിഹ വയ ശബീഹത്തുൻ ബിമാ വദഅഹുൽ ബൽവി ഫി മഹബ്ബത്തി ഷാഫിഈ. ചെറിയൊരു പരിചയമുള്ള ആളുകൾക്ക് തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കിസ്സകളും അതിൽ ഉദ്ധരിച്ച അജായിബുകളൊക്കെ ബാത്തിലാണെന്ന് മനസ്സിലാവും. അങ്ങനത്തെ കാര്യമാണ് ബഹജത്തുൽ അസ്റാറിൽ പറഞ്ഞ പലതും എന്ന് ദഹബി താരീഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും മീസാനുൽ ഇഅ്തിദാലിലും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ആസാറുൽ മർഫൂഇൽ നമ്മൾ അബ്ദുൽ ഹയ്യുൽ ലഖ്നവി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ബഹജത്തുൽ അസ്റാർ അത് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മനാക്കിബ് പറഞ്ഞ ബഹജത്തുൽ അസ്റാർ ആണോ?